നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക അധപതനത്തിൽ മനസ്സ് നൊന്ത് ഞാൻ എഴുതിയ ഒരു കവിതയാണ് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. കേരളത്തിന് പുറത്തു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വൃത്തിഹീനമായ രാഷ്ട്രീയ സ്ഥിതി മനസ്സിലാവുകയുള്ളൂ. കേരളത്തിന് പുറത്ത് 12 മുതൽ 18 മണിക്കൂർ വരെ തുടർച്ചയായി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ ഉള്ള നമ്മുടെ നാട്ടിൽ തൊഴുത്തിൽ കുത്തു മൂലവും സമരം മൂലവും വ്യവസായം തുടങ്ങുവാൻ പലരും അറച്ചു നിൽക്കുകയാണ്. ഏത് സംരംഭവും അതിൻ്റെ നെഗറ്റീവ് സെൻസിൽ മാത്രം ചിന്തിച്ച് നശിപ്പിക്കുന്ന മൂലം കേരളം നശിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഹൃദയം തുടങ്ങി എഴുതിയ ഈ കവിത മൂലം ആരുടെയെങ്കിലും മനസ്സ് രൂപാന്തരപ്പെട്ടാൽ ഞാൻ ധന്യനായി. ഈ കവിതയുടെ തലക്കെട്ട് കാലം മാറിയാൽ എന്നാണ്. മുൻമന്ത്രി മത്തായിയും മരിച്ചു സ്വർഗത്തെത്തി, മനം പോൽ ഭവിച്ചെന്നു മത്തായി കരുതിപ്പോയി. മാളിക മുറികളും ലൈറ്റുകൾ സ്വിമ്മിംഗ് പൂളും മ്യൂസിക്കൻ മേളങ്ങളും ബാഡ്മിന്റൺ ടെന്നീസ് കോർട്ടും കോരിത്തരിപ്പിച്ചു പോയി ഹരിത പൂന്താനവും മാരുതി യന്ത്രങ്ങളും വീഡിയോ TV സെറ്റും. ദൈവത്തെ നേരിൽ കണ്ടു സ്വർഗത്തിൽ സീറ്റുണ്ടാക്കാൻ ദൈവമോ പുറത്താക്കി നിർഗുണ മനുഷ്യനെ. പിന്നീട് മനുഷ്യനോ ചെന്നുടൻ നരകത്തിൽ, പിന്നല്ലാതയാൾക്കെങ്ങും അവലംബമില്ലല്ലോ. ശരറാന്തലിൽ പ്രഭ പൂരത്താൽ കാണായി വന്നു, ശരശയ്യയിൽ ഹന്ത ശയിക്കും ജനങ്ങളെ. മുൻ മുഖ്യമന്ത്രിമാരും MLA ചെയർമാനും മുൻജന്മ സാഫല്യത്താൽ വാണൊരു തമ്പ്രാന്മാരും. ഞെട്ടിപ്പോൾ ഷോണിയിലെ ഗൃഹത്തിൻ ദർശനത്താൽ ഇഷ്ടന്റെ ശരീരത്തിൽ റീത്തുകളൊന്നുമില്ല. പ്രഥമം കോൺഗ്രസ്സയിൽ, മാർക്സിസ്റ്റിൽ ദ്വിതീയമായി, തൃതീയം CPIയിൽ, പിന്നീടു ജനതായിൽ, ശേഷമോ മാണി ഗ്രൂപ്പിൽ, പിന്നീടോ ജോസഫ് ഗ്രൂപ്പിൽ. വേഷം പോൽ പാർട്ടി മാറി തൻ കാര്യസാധ്യത്തിനായി നിലകൊണ്ടു മത്തായി അന്ത്യത്തിൽ നിഷ്പക്ഷനായി. നിലനിൽക്കണമെങ്കിൽ സാധ്യവും അതാണല്ലോ. മനക്കോട്ടകൾ കെട്ടി മരണമടയുമ്പോൾ മനം പോൽ ഋതുകളും അനുശോചനങ്ങളും. മന്ത്രിമാർ പ്രമുഖരും ശേഷക്കാർ ബന്ധുക്കളും മന്ത്രമോദിയവരും ലാഭങ്ങൾ പങ്കിട്ടോരും. തന്നെ ഭവനത്തിൽ എത്തിയിടും ധാരയായി എന്നൊക്കെ നനച്ചത് വെറും മിഥ്യയായി പോയി. അനുയായികളാരും എത്തില്ല നനച്ച പോൽ, അനുശോചനം പോലും കേവലം നാമമാത്രം. കാലത്തിൻ പരപ്പിങ്കൽ ഓരോരോ ദിവസവും കാലുമാറിടുന്നോർതാൻ ഗതിയോ അതോ ഗതിയും. കാലത്തിൻ പരപ്പിങ്കൽ ഓരോരോ ദിവസവും കാലുമാറിടുന്നോർതൻ ഗതിയോ അതോ ഗതി.